ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹ് സൃഷ്ടിച്ചു. ആദമിനെ മാത്രമല്ല ഹവ്വയും സൃഷ്ടിച്ചു. അവരുടെ ജീവിതം ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ ആരംഭിക്കണം. അപ്പോൾ ആദം നബിക്കും അവർക്കെല്ലാം ഒരുപാട് ഫെസിലിറ്റീസ് സ്വർഗത്തിൽ ഒരുക്കി കൊടുത്തു. ഒരുപാട് നോളജ്, ഇപ്പോൾ എല്ലാം ആദമൽ അസ്മാഉക്കുല്ലഹ, എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ് ആദമിന് കൊടുത്തു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടാളും ഇങ്ങനെ ഒരു ഇണതുണകളാണല്ലോ, ആ സ്വർഗത്തിൽ ഇങ്ങനെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഖുറാനിൽ പറയുന്നത് വഖുൽനായ ആദം ഉസ്കുൻ അന്ത വ സൗജുക്കൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും എന്ത് ചെയ്യുക, ഇണയുടെ കൂടെ സ്വർഗത്തിൽ ജീവിച്ചു കൊള്ളുക. വഖുലാ മിൻഹ റഗദൻ ഹൈസു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ എന്നുള്ള ഖുറാനിൽ പറയുന്നു. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്നെ എന്താണ്, ജീവിതത്തിൻ്റെ ഒരു റിലാക്സേഷനെ കുറിച്ചും ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചും പറയുമ്പോൾ തന്നെ അള്ളാഹ് പറയുന്നത് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ചില ഒരു മരത്തെ എങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹ് പറയുന്നു വലാ തഖ്റബ ഹാദിഹി ഷിജ്റ, നിങ്ങൾ ഈ മരത്തിൻ്റെ സമീപത്തേക്ക് പോവുക പോലും ചെയ്യുന്നുള്ളതാണ്. ഇതിൽ മരത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുതെന്നുള്ളതല്ല, എന്നുവെച്ചാൽ അവിടെ എന്താണ്, മരത്തിൻ്റെ സമീപത്തേക്ക് പോവുക പോലും ചെയ്യരുതെന്നുള്ളതാണ്. നമ്മുടെ സ്വർഗത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ കാഴ്ചപ്പാട്? പരിധികളില്ലാത്ത ആസ്വാദനങ്ങളല്ല, ആഗ്രഹിക്കുന്ന എന്തും കിട്ടുന്ന ഒന്നാണ് സ്വർഗം എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ, സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പരിധി അവിടെ വെക്കുന്നത് എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അതിൽ ഒരു ചെറിയൊരു ഉദാഹരണത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സ്പേർട്ട് ഡ്രൈവർ ഒരു ജംഗ്ഷനിലേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ട്രാഫിക് സിഗ്നലുണ്ട്, യെല്ലോ കത്തുന്നു, റെഡ് കത്തുന്നു. ഇയാളിതൊന്നും മൈൻഡാക്കാണ്ട് ആ ജംഗ്ഷൻ കടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്നതിലൊരു പ്രശ്നമുണ്ട്. ഒന്ന് അപ്പുറത്തുനിന്ന് വണ്ടികൾ വരും, ഇയാളുമായിട്ട് കൂട്ടിയിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത് മുമ്പേ ബോധ്യമുള്ള ആളാണ്, കൂടുതൽ ഡ്രൈവിംഗ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വാഹനം വന്ന് തട്ടി പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടും ഇയാൾ. അപ്പോൾ ആദ്യം ഒരു ലിമിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, ഇതുവരെ വരാൻ പാടുള്ളൂ, ഒരു പരിധി അവിടെ ഉണ്ട്. ആ ലൈറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഇതന്നെയാണ് മനുഷ്യൻ്റെ കാര്യത്തിലുള്ള ലോജിക്ക്. അതായത് ചില സംഗതികളിലേക്ക് പടച്ചവൻ അതിര് വെച്ചിട്ടുണ്ട്, അതിലപ്പുറത്തേക്ക് ചെന്നാൽ അത് പ്രശ്നമാണ്, അപകടമാണ്. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുക. മനുഷ്യ മനസ്സ് അങ്ങനെയാണല്ലോ, അത് വളരെ ദുർബലമാണ്. ഒരേ സമയം തന്നെ ശരി ചെയ്യാനും തെറ്റ് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ കാറ്റടിക്കുമ്പോൾ എല്ലാടുന്ന പോലെ യഥാർത്ഥത്തില് പിന്നെ നമ്മൾ ഈ കൽബ് എന്ന പദം ഉണ്ടല്ലോ, നമ്മൾ ഹൃദയത്തിന് കൽബ് എന്നുള്ള അറബിൽ ഉപയോഗിക്കാം. ഇതുപോലെ തന്നെയാണ് ഈ കാറ്റടിക്കുമ്പോൾ അനങ്ങുന്ന പോലെ സംഗതിയാണ് കൽബ് എന്ന് പറയുക. എന്താ വെച്ചാൽ എങ്ങനെ ഈ പദം വന്നിട്ടുള്ളത്, കൽബ് എന്ന പദം എങ്ങനെ വന്നിട്ടുള്ളത്, ഈ ഇൻകലബ അല്ലെങ്കിൽ ഇൻകുലാബ് സിന്ദാബ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ സമരത്തിലൊക്കെ തെരുവുകളിലൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ ഇൻകുലാബ് സിന്ദാബാദ്. എന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ ക്രമത്തെ മറ്റൊന്നാക്കി മാറ്റിമറിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ് ഇൻകുലാബ് എന്ന് പറയാം. വേറെ ഉദാഹരണം ഉണ്ട്, നമ്മൾ കലപ്പല്ലേ, അപ്പോൾ കാഫ് അറബിയിൽ. പക്ഷേ ഭാഷകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറ്റപ്പെടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, തർജമ, വക്കീൽ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൈമാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വന്നൊരു വാക്കാണ് കലപ്പ. കലപ്പൻ്റെ ഒരു പർപ്പസ് എന്താ, ഈ മണ്ണ് ഉഴുതാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കലപ്പ. കാളേൻ്റെ ഒക്കെ പുറത്ത് വെച്ചിട്ടിട്ട് അപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് ആ മണ്ണിൻ്റെ ഘടനയെ മാറ്റിമറിക്കും. അപ്പോൾ ഈ മാറ്റിമറിയുകയും ചെയ്യുന്ന ഒന്നാണ് അതാണ് ആ പദത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് ആ പദത്തിൻ്റെ ഒരു വ്യാഖ്യാനം. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കൽബ് എന്ന പദം വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ്. ഒരു കാറ്റടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ കഴിയുന്ന അത്രയും ദുർബലമാണ് മനുഷ്യന്റെ ഹൃദയം അല്ലെ മനുഷ്യ മനസ്സെന്നൊക്കെയാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാന്ന് പറയുമ്പോൾ ഒരേ സമയം ചിലപ്പോൾ തെറ്റിലേക്കും അതേ സമയം തന്നെ ശരിയിലേക്കും വരാനുള്ള സാധ്യതകളുള്ള ഒരു സംഗതിയാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ യൂസുഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ ഒരു സംഗതിയുണ്ട്. യൂസുഫ് നബി എന്ന് പറയുന്നത് ലോകത്തുള്ളവരിൽ ഇന്നേ വരെ ജനിച്ചിട്ടുള്ളതിലും ഇനി ജനിക്കാനുള്ളവരിലും വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതെ, സുന്ദരനാണ്. ചന്ദ്രനെ പകുതി മുറിച്ചാൽ പകുതി സൗന്ദര്യവും യൂസുഫ് നബിക്കാണ് അള്ളാഹ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനോട് ഏതൊരാൾക്കും ഒരു ആഗ്രഹം തോന്നാം. അങ്ങനെയാണ് ആ രാജ്യത്തിലുണ്ടായിരുന്ന ഭരണാധികാരിയുടെ ഭാര്യക്ക്, രാജ്ഞിക്ക് യൂസുഫ് നബിയോട് ഒരു ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ യൂസുഫ് നബി ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചിലപ്പോൾ യൂസുഫ് നബി ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ അവിടെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുമായിരിക്കും ആ ലോകത്ത് വെച്ചിട്ട്, അതായത് ഈ ലോകത്ത് വെച്ചിട്ട് ഒരുപാട് സാധ്യതയുണ്ട് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അദ്ദേഹം നന്മയിലേക്ക് വന്നു. പക്ഷെ ഇവിടെ പറയുന്ന സംഗതി ഈ ഹൃദയത്തിൻ്റെ ഈ മാറിമറയുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെ വെച്ചാൽ യൂസുഫ് നബി ഇറങ്ങിക്കഴിഞ്ഞിട്ട്, ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട്
ഒരു സംഗതി പറയുന്നുണ്ട്. ഒരു ഖുറാനായത്ത് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ എൻ്റെ മനസ്സിനെ തെറ്റ് പറയുന്നില്ല. ഉപരിക്ക് നഫ്സി, ഞാൻ എൻ്റെ മനസ്സിനെ തെറ്റ് പറയുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ ഞാനൊരു ആരെപ്പോലെയും അദ്ദേഹം ഒരു മനുഷ്യനാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഒരു പക്ഷെ എന്ത് ചെയ്യും, മനസ്സ് തെറ്റിലേക്ക് പോയി പോകും. പക്ഷെ അവിടെ ഇന്നൻ നഫ്സൽ അമ്മാറത്തം ബിസു, നിശ്ചയം ഈ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് തെറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഒരു പടി തെറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് എന്നുവെച്ചാൽ അവിടെ എൻ്റെ റബ്ബിന്റെ റഹ്മത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാനും തെറ്റുകാരനായി പോകുമായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ എന്ന നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കും, സംരക്ഷണം കൊടുക്കും എന്നുള്ളതാണ്. മറ്റു മനുഷ്യന്മാർ അതാണ് ആ ഒരു സമയം തെറ്റിലേക്ക് പോകുമായിരുന്നു എന്ന് അദ്ദേഹം പോലും ഭയപ്പെട്ടിരുന്നു. പിന്നീടാണ് ശരിയിലേക്ക് എത്തുന്നത്. അപ്പൊ അത്രക്കും ചേഞ്ചിന് വിധേയാണ് മനുഷ്യന്റെ സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആന് വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ മദ്യം ഹറാമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മദ്യ കച്ചവടം ഹറാമാക്കുന്നു, കള്ളക്കച്ചവടം, അതേപോലെ പലിശ, ആ പലിശ കൊടുക്കരുത്, പലിശ ഇടപെടരുത് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം തന്നെ ഖുർആൻ എന്താണ് പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു തിന്മയുടെ ഭാഗത്ത് നിന്ന് നമ്മളെ ഒരു സേഫ്റ്റി ഇതാക്കുന്ന ഒരു രീതിയിലാണ്. കൂലി കൊടുക്കല് മാത്രമല്ല വാങ്ങുന്നതും അതാണ്, വാങ്ങുന്നതോടൊപ്പം കൊടുക്കാനും പാടില്ല, അതിന് സാഹചര്യം പോലും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പലിശ ഒരാള് പിന്നെ കൊടുക്കുമ്പോഴാണല്ലോ മറ്റൊരാൾ വാങ്ങുക. അപ്പൊ ഞാൻ നിനക്ക് പൈസ തരുമ്പോഴാണ് നീ അത് വാങ്ങുക. അപ്പൊ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പൊ അതിനെ പൂർണ്ണമായിട്ടാണ് മൊത്തത്തിൽ കൊടുക്കുന്ന സാഹചര്യത്തിന്റെ കൂടെ തന്നെ വാങ്ങുന്ന സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഹറാമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യ മനസ്സിന്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് ആണ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യിപ്പിക്കുന്നത്, മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ. അപ്പൊ സിറ്റുവേഷൻസ് നമ്മൾ എന്താക്കണം, ഒഴിവാക്കണം. അതാണ് ഈ നിയമങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നത്. ഓരോ നിയമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് അടുക്കാനുള്ള വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും അങ്ങനെ ആ തിന്മയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിയമം. ജീവിതത്തിൽ പരിധികൾ നിശ്ചയിക്കുന്നത് അതുകൊണ്ടാണ്. വെച്ചാൽ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാഴ്ച ദിവസം 3 നേരം വെച്ചിട്ട് അത് തിന്നുകൊണ്ടിരുന്നാൽ എനിക്കത് മടുപ്പുണ്ടാവും, അതിനോട് വെറുപ്പുണ്ടാവും, ദേഷ്യം ഉണ്ടാവും അല്ലെ. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല വിധത്തിലുള്ള ഇതൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഇതാണ് എല്ലാ ജീവിതത്തിനും എല്ലാ കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പരിധികളുമാണ്. അപ്പോൾ മനുഷ്യനോട് തിന്നുകയും കുടിക്കുകയും ചെയ്തോളാം അള്ളാഹ് പറയുന്നുണ്ട്, കുലു വഷ്റബു. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പറയുന്നത് വല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്ത് ദൂർത്ത് കാണിക്കാൻ പാടില്ല. തിന്നുകയും നമുക്ക് തിന്നാനും കുടിക്കാനും നമുക്ക് ആസ്വദിക്കാനും ഒക്കെ ഉള്ളതാണ് ലോകം. പക്ഷെ അവിടെ അതിൽ പോലും എന്ത് ചെയ്യരുത്, നിങ്ങളൊരു ദൂർത്ത് കാണിക്കരുത്. പക്ഷെ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഈ മനുഷ്യന്റെ കേസിൽ പറയുമ്പോഴും നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴാണ് ഉണ്ടാവുക, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ്. ഒരു കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു കൂട്ടത്തിന്റെ വൈബിനനുസരിച്ച് നമ്മൾ അങ്ങനെ മാറും. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം ഭയങ്കര ക്രൂഷ്യലാണ് മനുഷ്യന്റെ. ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇന്ന ശൈത്താനമായാലും വാഹിദ്, ശൈത്താൻ എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുടെ എന്നൊരു ഹദീസ് പറയുന്നുണ്ട്. അത് മാത്രമല്ല പിന്നെ ഈ ആണും പെണ്ണും മാത്രമുള്ള സന്ദർഭത്തിൽ അവിടെ മൂന്നാമത് വരുന്നത് എന്താണ്, ഇങ്ങനെ പറയുമ്പോൾ ടെക്നോളജികളൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ടെക്നോളജി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആലോചിക്കാലോ. ജനറൽ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടത്തിൽ നമ്മളെ അണുപണിരിക്കുക, ടോയ്ലറ്റുകള് ന്യൂട്രൽ ആയിരിക്കുന്ന ഈ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റുകളൊക്കെ ഒന്നുമില്ല. ഹോസ്റ്റലുകൾ വരെ ഇപ്പൊ ഒരു പക്ഷെ മിക്സഡ് ആയിട്ട് ഇതിലൊക്കെയുള്ള സംഗതി സാഹചര്യം സമൂഹം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് തെറ്റുകൾ ചെയ്യാനുള്ള. ജെൻഡർ ന്യൂട്രാലിറ്റി പറഞ്ഞപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അവള് സോഷ്യലി ഇൻവോൾവ് ആണെന്നില്ല. പക്ഷെ ഒരാണ് എപ്പോഴും സോഷ്യലി ഇങ്ങനെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതെ. പക്ഷെ ഒരു ആണിനെയും പെണ്ണിനെയും സംബന്ധിച്ചിടത്തോളം അവരെ മാനത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആണിന് മാനം പോയാലും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ ഓരോ സൃഷ്ടിപ്പ്. പക്ഷെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റുകൾ, ഇവിടെ പെണ്ണിന്റെ പ്രൈവസി നഷ്ടപ്പെടും. അത് ഏതൊരാണാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിലൊരു ചാഞ്ചല്യം ഉണ്ടാവും. ക്യൂരിയോസിറ്റിന്റെ ഒരു മല ചുമക്കുന്ന ഒരാളാണ്. ആഗ്രഹം ഇപ്പൊ നമ്മള് അങ്ങോട്ട് പോകരുത്, അല്ല അങ്ങോട്ട് നോക്കരുത് എന്നൊരു ബോർഡ് വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്താകും, നമ്മൾ അങ്ങോട്ട് നോക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ കണ്ണിനെ താഴ്ത്താൻ പറയുന്നത്. അതെ അതെ. നമ്മളിപ്പോ അത് ഒരാളോട് ആണുങ്ങളോട് മാത്രമല്ല പറയാറുണ്ട്. എന്താ വെച്ചാല് പിന്നെ വഴിയിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു, അവളെ തന്നെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്നതിലൂടെ എന്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ കടന്നു പോകും. ഓളെ കുറിച്ച് ചിന്തിക്കും, ഓളെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കും, ഓളെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഇങ്ങനെ സ്കിൻഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിൽ അവളുടെ സ്ട്രക്ചർ ഞാൻ കാണും, അങ്ങനെയൊക്കെ കാണും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ മനസ്സിലുണ്ടാവും പല വിധത്തിലുള്ള ചിന്തകൾ മനുഷ്യനാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇബ്ലീസ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് മനസ്സുകൊണ്ട് പോലും പല തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ണ് വെച്ചാൽ ദൃഷ്ടി താഴ്ത്ത, ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചു കളയുന്നുള്ളതല്ല, അപ്പോഴത്തേക്ക് ആ ദൃഷ്ടി ആ സീൻ പോലെ നമ്മൾ അവിടെ നിന്ന് ഇല്ലാതാക്കുന്ന അവിടെ നിന്ന് മാറി നടക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആവുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതിപ്പോ ആണിനോട് മാത്രമല്ല, ആണിനെ നോക്കുന്ന പെണ്ണിനോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ രീതിയിൽ തന്നെ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ തെറ്റുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്, ഇതിനെന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് നമുക്കറിയുള്ളൂ. ഇപ്പം മനുഷ്യന് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്, മനുഷ്യൻ എന്തൊക്കെ പ്രശ്നം ഉണ്ട് എന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അത് നമ്മോട് പറഞ്ഞു തന്നു കാണും. ഇപ്പോൾ ഒരു സാധനം ഡിസൈൻ ചെയ്ത ഡിസൈനറിനാണ് ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതിൻ്റെ മോശം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. അപ്പം അള്ളാഹ് പറഞ്ഞിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് അത് ചെയ്യരുത്. അതാണ് നമുക്ക് എന്നിട്ടുള്ള ഒരു പരിധി. വളരെ അതെ. അപ്പം നമുക്ക് ഈ ദൈവസ്മരണ അല്ലെങ്കിൽ ഈ തഖ്വ എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ഉണ്ടാകുന്നതിലൂടെ തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറയുന്നുണ്ട്. അതാണ് പറ്റം പറഞ്ഞിട്ടില്ല, എന്നെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക എന്ന് എപ്പോഴും പറഞ്ഞിട്ടില്ല, എല്ലാ സമയത്തും പറയുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു ദൈവസ്മരണ ഉണ്ടാകുന്നതിലൂടെ തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത മനുഷ്യരിലേക്ക് ഭയങ്കരമായിട്ട് കുറയും. അപ്പം അതാണ് നമ്മളൊരു മോശം സംഗതി അള്ളാഹ്ക്കറിയാം, നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് അള്ളാഹ്ക്കറിയാം. അപ്പം അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു സംഗതിയും കൂടെ പഠിച്ചോൻ തന്നിട്ടുണ്ട്, ദൈവസ്മരണ. പറഞ്ഞത് പോലും അല്ലേ, നമ്മൾ ആ സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, അള്ളാഹിനെ സ്മരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതില്ലേ. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ ദുർബലതകളെ കുറിച്ച്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതേ പ്രശ്നങ്ങളുള്ള മനുഷ്യരോട് തന്നെ അള്ളാഹ് എന്ത് ചെയ്യുന്നത്, ഈ തെറ്റുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ നന്മകൾ നിങ്ങളെ തിന്മകളെ തടയുക, തിന്മകൾ ഇല്ലാതാക്കുക എന്നതിന്റെ കൂടെ തന്നെ അതിന് പിന്നെ ബദലായിട്ടുള്ള സാധനം നമ്മളിവിടെ പ്ലേസ് ചെയ്യണം. ഇപ്പൊ എല്ലാ സംഗതികളും ഇപ്പോൾ ഇസ്ലാം ഇപ്പോൾ പിന്നെ പലിശയെ നിഷേധിക്കുന്ന ഹറാമാക്കുന്ന ഇസ്ലാം എന്ത് ചെയ്യുന്നു, കച്ചവടത്തെ ഹലാലാക്കുന്നുണ്ട്. വ്യഭിചാരത്തെ ഹറാമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണം അവിടെ വിവാഹത്തെ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംഗതി അവിടെ ഇല്ലാതാക്കുമ്പോൾ അവിടെ പകരം മറ്റൊരു സംഗതി അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇസ്ലാം, റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ തിന്മകളെ തടയുക, തിന്മകൾ എങ്ങനെ തടയേണ്ടത്, നന്മകൾ കൊണ്ട്, അത് ഉത്കൃഷ്ടമായ നന്മകൾ കൊണ്ടാണ്. അപ്പൊ ഈ മുസ്ലിം സമുദായത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നത് വെച്ചാല്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമുദായമാകുന്നു. ഏതെങ്കിലും കേവലമായ ഒരു കമ്മ്യൂണിറ്റി അല്ല, ഏറ്റവും ദ ബെറ്റർ എന്നൊക്കെ നമ്മൾ പറയും, ഏറ്റവും ഉത്തമമായ ഒരു കമ്മ്യൂണിറ്റി ആവുന്നു. ഈ കമ്മ്യൂണിറ്റിന്റെ പ്രത്യേകത എന്താ, അവരുടെ റെസ്പോൺസിബിലിറ്റി തഅ്മുറൂന ബിൽ മഅറൂഫ് തൻഹൗന അനിൽ മുൻകർ. ഞാൻ ആലോചിക്കരുത്, നമ്മുടെ മനുഷ്യന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ ഉള്ള മനുഷ്യരിലേക്ക് തന്നെയാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. എന്താണ് തഅ്മുറൂന ബിൽ മഅറൂഫ്, അവിടെ ഭൂമിയിൽ എന്ത് ചെയ്യണം, നന്മ സ്ഥാപിക്കണം. തൻഹൗന അനിൽ മുൻകർ, എന്ത് ചെയ്യണം, തിന്മയെ തടയുക എന്നുള്ളത്. അപ്പൊ നന്മ സ്ഥാപിക്കുക എന്നുള്ളതാണ് തിന്മ തടയാനുള്ള ഒരു വഴി എന്നുള്ളതാണ്. പിന്നെ ഈ ഹറാമുകൾ എന്നുള്ള വളരെ ലിമിറ്റഡ് ആയ സാധനമാണ്. ഹലാലുകൾ ഹലാലുകൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ബഹറാണ്. നമുക്ക് കൂടുതൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, പക്ഷെ മനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യും, ഈ എണ്ണപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുക, എന്തുകൊണ്ടൊക്കെ എണ്ണപ്പെട്ട് ഞാൻ ചെയ്താൽ എന്താ സംഭവിക്കുക, അതിന്റെ അപ്പുറത്തേക്ക് അത് അനുവദിക്കപ്പെട്ടതിന്റെ ഒരു ബഹർ, ഒരു കടൽ തന്നെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകാനുള്ള പ്രേരണ എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജീവിതത്തിലും മനസ്സിലും ഒക്കെയും ദൈവസ്മരണകൾ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ദൈവസ്മരണ ഉണ്ടാവണം. ഇപ്പോൾ നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറയുന്ന സംഗതി വെച്ചാൽ, ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. നിസ്കാരം എന്ന് പറയുന്നത് തിന്മയെ തടയുന്ന, മ്ലേച്ഛ വൃത്തികളെയും തിന്മകളെയും തടയുന്ന ഒരു സംവിധാനമാണ് നിസ്കാരം. അഖീമു സ്വലാത്തുൽ ദിക്രി, നിങ്ങൾ എന്നെ ഓർക്കുന്നതിനോട് നിസ്കരിക്കുക എന്നുള്ളതാണ് പടച്ചോൻ പറയുക. അപ്പോൾ നമ്മുടെ ഈ ആരാധനാ കർമ്മങ്ങൾ അല്ലെങ്കിൽ ദൈവസ്മരണകളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ളതും പോലെ തന്നെ നന്മകൾ കൊണ്ടുവരാനുള്ള ഒരു വഴി എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.